അതായത് 8-ാം തീയതി വൈകിട്ട് ഒരു 3-4 മണിയോടുകൂടി നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മൾ കോഴിക്കോട് ചാവക്കാട് റൂട്ടിലേക്ക് തിരുവനന്തപുരത്ത് ഭാഗത്തേക്ക് പോകുന്ന ഒരു ലോറി വരുന്നുണ്ട്. ഒരു ബെൻസ് ലോറി, അത് KL 51Q0676 എന്ന നമ്പറുള്ള ഒരു ലോറി വരുന്നുണ്ടെന്നും ആ ലോറിയിൽ നിറയെ ഹാൻസ് കടത്തിക്കൊണ്ട് വരുന്നതായിട്ട്, നിരോധിത പുകയിലയായ ഹാൻസ് കടത്തിക്കൊണ്ട് വന്നിട്ട് ഒരു വിവരം ലഭിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പെട്രോളിംഗ് കൊണ്ടുവരുന്ന പാർട്ടി പെട്ടെന്ന് തന്നെ അറേഞ്ച് ചെയ്തു. ഹൈവേയിൽ ഇങ്ങനെ പരിശോധന നടത്തുമ്പോൾ ഇതേ നമ്പർ പറഞ്ഞ വെള്ള ബെൻസ് വലിയ ലോറിയാണ് വരുന്നുണ്ട്. അപ്പോൾ ആ ലോറി നമ്മൾ കൈ കാണിച്ച് നിർത്തി. അയാൾ കുറച്ച് മുന്നോട്ട് കയറ്റി നിർത്തിച്ച് ചോദിച്ചതിൽ അയാൾ പറഞ്ഞത് മൈദാമാവാണ്, വണ്ടിയിൽ മൈദാമാവ് കൊണ്ടുവരികയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്നാൽ പരിശോധന നടത്താൻ നിങ്ങൾ സൈഡിലോട്ട് ഒതുക്കാൻ പറഞ്ഞു. ഞങ്ങൾ ഹൈവേയിലായതുകൊണ്ട് വേറെ വണ്ടികൾ വന്ന് ഇടിച്ച് അപകടം ഉണ്ടാവുള്ളതുകൊണ്ട് നമ്മൾ സൈഡിലോട്ടൊക്കെ ഇറക്കി പരിശോധന നടത്തി ടാർപ്പൊക്കെ ഇട്ട് മൂടിക്കെട്ടി നമുക്കൊന്ന് ഇത് ലോഡ് ചെയ്ത് കൊണ്ടുപോകുന്ന രീതിയിലുള്ളതാണ്. അപ്പോൾ തുറന്ന് പരിശോധിച്ചതിൽ നോക്കുമ്പോൾ അതിൽ ഏറ്റവും പുറകിലും മുകളിലും മൈദാമാവ് അടുക്കിയിട്ടുണ്ട്. വെള്ള പ്ലാസ്റ്റിക് ചാക്കിൽ നിറച്ച മൈദാമാവ് നിരത്തി അടുക്കിയിട്ടുണ്ട്. അങ്ങനെ അതിപ്പോൾ അതിൽ മുകളിലുള്ള 1-2 ചാക്ക് മാറ്റി പരിശോധിച്ചപ്പോൾ അടിയിൽ ചണച്ചാക്കുകൾ അടുക്കിയിരിക്കുന്നുണ്ട്. വേറെ ചണച്ചാക്കുകൾ നിരത്തി ഇങ്ങനെ അടുക്കിയിട്ടുണ്ട്. അങ്ങനെ ആ ചണച്ചാക്ക് വരെ നമ്മൾ കീറി പരിശോധിച്ച് നോക്കിയപ്പോൾ അതിനകത്ത് പ്ലാസ്റ്റിക് ചാക്കുകൾ നിറച്ചതിൽ ഹാൻസുകളാണ് കണ്ടത്. പൊന്നാനിയിൽ ലോറിയിൽ ഒളിപ്പിച്ച് കടത്തുകയായിരുന്ന 1.5 കോടി രൂപ വില വരുന്ന നിരോധിത പുകയിലോൽപ്പന്നങ്ങൾ പൊന്നാനി പോലീസ് പിടികൂടി. പൊന്നാനി ദേശീയപാതയിൽ നടത്തിയ വാഹന പരിശോധനയിലാണ് 200 വലിയ ചാക്കുകളിൽ കൊണ്ടുവന്ന 3 ലക്ഷത്തോളം വരുന്ന ഹാൻസ് പാക്കറ്റുകൾ പിടികൂടിയത്. പിടിച്ചെടുത്ത പുകയിലോൽപ്പന്നങ്ങൾക്ക് വിപണിയിൽ 1.5 കോടി രൂപയോളം വില വരുമെന്ന് പൊന്നാനി CA അഷ്റഫ് പറഞ്ഞു. ചോദിച്ചപ്പോഴത്തേക്ക് അത് തിരുവനന്തപുരം ഭാഗത്തേക്ക് കൊണ്ടുപോകാനാണ് പറഞ്ഞത്. ഇയാൾ പാലക്കാട് ഇളമ്പളശ്ശേരി അങ്ങനെയുള്ള ആളാണ്. അയാളുടെ പേര് മോഹൻദാസാണ്, ഡ്രൈവറുടെ പേര്. ഒരാളെ ഉണ്ടായിരുന്നുള്ള അയാൾ ചോദിച്ചതിൽ അയാൾ വണ്ടിയുടെ ഡ്രൈവറാണെന്നും ഈ വണ്ടി ഇങ്ങോട്ട് തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുന്നതാണെന്നാണ് പറഞ്ഞത്. പിന്നെ വാഹനം ഉൾപ്പെടെ നമ്മൾ കസ്റ്റഡിയിലെടുത്തു. സ്റ്റേഷനിൽ വന്ന എല്ലാ ചാക്കുകളും ഇറക്കി പരിശോധിച്ചതിൽ ഏതാണ്ട് 200 ചാക്ക് ചണച്ചാക്കുകൾ 200 ചാക്കുണ്ട്. ആ ഓരോ ചണച്ചാക്കിനകത്തും 2 വീതം പ്ലാസ്റ്റിക് ചാക്ക് നിറച്ച് ഹാൻസാണ്. ആ ഒരു പ്ലാസ്റ്റിക് ചാക്കിനകത്ത് 50 പാക്കറ്റ് വരും. 50 പാക്കറ്റിനകത്തിൽ ഓരോ പാക്കറ്റിനകത്തും 15 പീസുള്ള മാലകളാണ്. അപ്പോൾ ഏതാണ്ട് നമുക്കൊരു 3 ലക്ഷത്തോളം പാക്കറ്റ് ഹാൻസാണ് ഇപ്പോൾ പിടിച്ചിരിക്കുന്നത്. അതിലിപ്പോൾ അവർ വെളിയിൽ വിൽക്കുന്ന മൂല്യം വെച്ച് നോക്കുമ്പോൾ 50 വെച്ച് കൂട്ടിയാൽ ഏതാണ്ട് 1.5 കോടി രൂപയോളം വില വരുന്ന ഹാൻസുകളാണ് നമ്മളിപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി തുടർന്ന് ഇയാൾക്ക് മുന്നേ പാലക്കാട് ഭാഗത്തങ്ങോട്ട് ഒരു കേസുള്ളതായിട്ട് അറിയുന്നുണ്ട്. ഹാൻസ് ഒരു 40 ചാക്ക് ഹാൻസ് പിടിച്ചതിന് ഇയാൾക്കെതിരെ അന്ന് കേസുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കേണ്ടിയുണ്ട്. അതിനുള്ള അന്വേഷണം നടത്തുന്നുണ്ട്. അപ്പോൾ ഇയാൾ സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്ത് ഇതേപോലെ കൊടുത്തിട്ടുള്ളതായിട്ട് പറയുന്നുണ്ട്. കൊണ്ടുകൊടുക്കുന്ന സ്ഥലങ്ങൾ ഇയാൾക്ക് വ്യക്തമായിട്ട് അറിയില്ല. കാരണം ഇവരിങ്ങനെ വാഹനത്തിൽ പോകുമ്പോൾ ഇതിപ്പോൾ തിരുവനന്തപുരത്ത് ഭാഗത്തേക്ക് പോകുന്നതെന്നാണ് പറഞ്ഞത്. പോകുമ്പോൾ ഇവർക്ക് വിളിച്ച് പറയുകയാണ് ചെയ്യുക. അപ്പം മറ്റുള്ള ആൾക്കാർ എവിടെയെങ്കിലും സ്റ്റോപ്പ് ചെയ്യുമ്പോൾ മറ്റു വണ്ടികൾ വന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോകും. അപ്പോൾ ഇതെങ്ങോട്ടാണ് കൊണ്ടുപോകുന്നുള്ളത് അയാൾക്ക് വ്യക്തമായൊരു ധാരണയില്ലെന്നാണ് അറിയുന്നത്. ഇനിയിപ്പോൾ അയാളെ കോൾ ഡീറ്റെയിൽസും മറ്റ് ഡീറ്റെയിൽസും പരിശോധിക്കണം. അതുപോലെ തന്നെ മുമ്പ് ഇവരെങ്കിലും വിതരണം ചെയ്തത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടോ അതെങ്ങനെ ഉണ്ടെന്നുള്ളത് നോക്കണം. അങ്ങനെ കിട്ടുന്ന ഇൻഫർമേഷൻ മറ്റുള്ള ജില്ലകളിലേക്കും പാസ് ചെയ്ത് കൂടുതൽ ഡിറ്റക്ഷൻ നടത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ചരക്ക് ലോറിയിൽ മൈദച്ചാക്കുകൾ ചുറ്റിലും വച്ചാണ് വൻതോതിൽ ഹാൻസ് കടത്തിയത്. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി R. വിശ്വനാഥ് IPS ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പൊന്നാനി പോലീസ് നടത്തിയ പരിശോധനയിലാണ് ലോറിയിൽ കടത്തിയ പുകയിലോൽപ്പന്നങ്ങൾ പിടികൂടിയത്. വാഹനത്തിന്റെ ഡ്രൈവർ പാലക്കാട് ഒറ്റപ്പാലം സ്വദേശി 42 വയസ്സുള്ള മോഹൻദാസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കാസർഗോഡ് നിന്നും എറണാകുളം പെരുമ്പാവൂരിലേക്ക് കൊണ്ടുവന്നതാണ് പിടികൂടിയ ഹാൻസ് എന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു. തിരൂർ DSP K. ജോൺസൺ, മലപ്പുറം ജില്ലാ നാർക്കോട്ടിക് സെൽ DSP സിബിൻ NO എന്നിവരുടെ നേതൃത്വത്തിൽ പൊന്നാനി CI S. അഷ്റഫ്, സബ് ഇൻസ്പെക്ടർ ജസ്റ്റിൻ KR, താനൂർ ഡാൻസ് ഓഫ് ടീമുകൾ CEO രഘു എന്നിവർ അടങ്ങുന്ന സംഘമാണ് വൻതോതിൽ ലഹരി ശേഖരം പിടികൂടിയത്. CNTV പൊന്നാനി.